കുറ്റിയിടേണ്ട, അതാ സേഫ്. നേരെ ചെല്ലുന്നു, ഒന്നും മിണ്ടാതെ കണ്ണും പൂട്ടി കിടക്കുന്നു. എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ നല്ല ക്ഷീണമുണ്ടെന്ന ഒരേ ഡയലോഗ്, സംഗതി ക്ലീൻ. അങ്ങനെ നൈസായി പ്ലാൻ ചെയ്ത് പതിയെ കോണി കയറി. കഷ്ടപ്പെട്ട് ശബ്ദമുണ്ടാക്കാതെ നടക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഒന്നും മുന്നിൽ കാണാതെ ഞാൻ വാങ്ങിയ കുഞ്ഞുമണികളുള്ള പാദസരം കലപിലാന്ന് ഒച്ച വെച്ചു. അങ്ങനെ പതിയെ റൂമിലേക്ക് കാലെടുത്തു വെച്ച എന്റെ എല്ലാ പ്ലാനിങ്ങും തകർന്നത് പെട്ടെന്നായിരുന്നു. കട്ടിലിൽ ചമ്രം പടിഞ്ഞിരുന്ന് മടിയിൽ വെച്ച തലയിണയിൽ 2 കൈയും കുത്തി അതിൽ താടയും വെച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ദേ എന്റെ നിഷ്കളങ്കൻ. പണി പാളിയോ? ചിരി കണ്ടിട്ട് എന്തിനൊക്കെയോ ഉള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. ഇതിലും ഭേദം കട്ടക്കലിപ്പ് ലുക്കായിരുന്നു. ഞാൻ വാതിൽ മെല്ലെ ചാരി ഒന്നുമറിയാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്ന് കട്ടിലിരുന്നു. പെട്ടെന്ന് കട്ടിലിരുന്ന ആളെണീറ്റ് നേരെ വാതിലിന് നേരെ നടന്നു. അതടച്ച് ഭദ്രമായി കുറ്റിയിട്ടു. കട്ടിലിരുന്ന ഞാൻ അറിയാതെ എണീറ്റ് പോയി. കിടക്കല്ലേ? അവൻ തന്നോട് ചോദിച്ചു. എന്റെ അമ്മേ, അപ്പൊ ഇനി ഇന്നലെ പറഞ്ഞ സ്റ്റഡി അവലോകനമാണോ? ഉറക്കെ കരയാൻ തോന്നിയെങ്കിലും ഒന്നും മിണ്ടാതെ വീണ്ടും കട്ടിലിരുന്നു. ഈ ചുരിദാറിട്ടാണ് കിടക്കണേ, അലമാരിയിൽ നൈറ്റ് ഉണ്ടല്ലോ. അവന്റെ ആ ചോദ്യം കേട്ട് ബാക്കിയുണ്ടായിരുന്ന ധൈര്യവും പോയി. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ ഗേൾ എന്നാണല്ലോ. എന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തേ പറ്റൂ. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ അവന്റെ നേരെ തിരിഞ്ഞു. ചെക്ക, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്നോടുള്ള മഹബത്തോണ്ടൊന്നല്ല. ഇങ്ങൾ അല്പം പെശകാന്ന് ഇങ്ങളെ ഉമ്മ പറഞ്ഞിരുന്നു. ഇങ്ങളെ ഒന്ന് നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ല പിന്നെ ഡ്രസ് മാറ്റാൻ പറഞ്ഞേക്കണു. ഇതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കാതെ ബെഡിൽ കയറി കിടന്ന് തലവഴി പുതപ്പ് വലിച്ചിട്ടു. ദൈവമേ കാത്തോളണേ. മാസ് ഡയലോഗ് അടിച്ചതാണ്. ഇനിയൊരു പിൻവിളി ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ കണ്ണും പൂട്ടി കിടന്നു. എന്താ പണ്ടായേ? ചെറിയ അന്തം വിട്ടിരുന്നു. ഉമ്മാന്റെ സെലക്ഷൻ എന്തായാലും തിരക്കേടില്ല. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവനും ഉറങ്ങാൻ ആരംഭിച്ചു. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ആകെ ഒരു അന്തം വിടൽ. ഇതെവിടാപ്പോ? ഉൾക്കൊള്ളാൻ കുറച്ച് നേരമെടുത്തു. കഴിഞ്ഞ 17 വർഷമായി രാവിലെ എണീക്കുമ്പോ കാണല് ഉമ്മാന്റെ കയ്യിലെ ചട്ടുകമോ തവിയോ ആവും. ഇതിപ്പോ കണ്ണു തുറന്നപ്പോ കണ്ടത് ചൂരിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറിയാണ്. ദുൽഖർ സൽമാനാണെന്നാ വിചാരം. രാവിലെ തന്നെ മൂട് കളയാനായിട്ട്. ചുമ്മാ മറുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഷർട്ട് ഇടാണ്ടൊരു സാധനം കിടക്കുന്നു. കിടക്കുമ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇനി ഉറങ്ങുമ്പോ എങ്ങാനും. ഞെട്ടലോടെ ചാടി എണീറ്റ് പുതപ്പ് വലിച്ചു മാറ്റി നോക്കി. ഹാവൂ ഭാഗ്യം, എന്റെ ഡ്രസ്സൊക്കെ അവിടെ തന്നെയുണ്ട്. വേഗണീറ്റ് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് പോകും മുമ്പ് ഒരു കുരുട്ടുബുദ്ധി തോന്നി. അന്തം വിട്ട് പോത്തുപോലെ ഉറങ്ങുന്നുണ്ടൊരു സാധനം. എന്റെ വില്ലത്തരം കാണിക്കാൻ ഇതാണ് പറ്റിയ അവസരം. റൂമിലേക്ക് തന്നെ റിട്ടേൺ അടിച്ച് വാതിലിൽ ഉറക്ക തട്ടി സൗണ്ട് ഉണ്ടാക്കി. ഹലോ, നേരം എത്രയെന്നാ കരുതിയേ? ഇനി മുതല് സുബിഹി ഹള ആക്കിക്കൊണ്ടുള്ള കിടത്തം പറ്റൂല. എണീറ്റേ. ചെറിയ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ട് തിരിഞ്ഞു കിടന്നു. വേഗം ചെന്നാ പുതപ്പ് വലിച്ചു മാറ്റി. ഡി നിന്നെ! അവൻ ദേഷ്യത്തോടെ എണീറ്റ് പല്ലും കടിച്ച് ബാത്റൂമിലേക്ക് പോയി. വിടമാട്ടെ. അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മയുണ്ട്. ആ മോള് വന്നോ? ചെറിയ എണീറ്റോ? ആ, സുബിഹി നിസ്കരിക്കാനാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഉമ്മ അത്ഭുതത്തോടെ എന്നെ നോക്കുന്ന കണ്ടു. ഹോ, എന്റെ കുട്ടി വന്നത് നന്നായി. എല്ലാ വക്തും അവൻ നിസ്കരിക്കാറുണ്ട്, സുബിഹി ഒഴികെ. ഇപ്പോ അതും ആയി. ഉമ്മ അത് പറഞ്ഞപ്പോൾ ഞാൻ രോമാഞ്ച കഞ്ചുക പുളകിതയൊന്നും ആയില്ല. ചെറിയുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വക ഗുണ്ടായിസമൊക്കെ വേണ്ടിവരും. അങ്ങനെ ഞാൻ ഈ കഥയിലെ വില്ലത്തിയായി വിലസുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകിട്ട് ഞാനും ഉപ്പയും കൂടി ടെറസിന് മുകളിൽ പാഷൻ ഫ്രൂട്ട് തൈകൾ നട്ട് അതിനായുള്ള നെറ്റുകൾ മുകളിൽ കെട്ടുകയായിരുന്നു. ഇതിനിടയിൽ ഉപ്പയാരോ വിളിക്കുന്നുണ്ടെന്ന് താഴെ നിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോ ബാക്കി എന്നെ ഏൽപ്പിച്ചിട്ട് ഉപ്പ പോയി. ഞാൻ അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറി അങ്ങോട്ട് വന്നത്. ഞാനാണെങ്കിൽ സ്റ്റൂളിൽ കയറി നിൽക്കുകയാണ്. റബ്ബേ, മുൻവൈരാഗ്യം വല്ലതും മനസ്സിൽ കണ്ട് എന്നെ എങ്ങാനും പിടിച്ച് തള്ളിയിടോ ആവോ. പേടി പുറത്തു കാണിക്കാൻ പാടില്ല. ഞാൻ കുറച്ച് കൃത്രിമ ധൈര്യം സംഭരിച്ച് കനത്തിൽ വിളിച്ചു. അതെ, കാഴ്ച കണ്ടു നിൽക്കാതെ ഒന്നും കിട്ടി വന്നേ. ദേ, ഈ കയറൊന്ന് പിടിക്ക്. അവനൊന്നും മിണ്ടാതെ വന്ന് കയറും പിടിച്ച് മുമ്പോട്ട് നീങ്ങി. ഞാൻ വിചാരിച്ച സൈഡിലേക്കല്ല അവൻ നീങ്ങിയത്. കയർ സ്റ്റൂളിന്റെ കാലിൽ കുടുങ്ങി. അതങ്ങ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഞാൻ ഞെട്ടലോടെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചതും ചെറി എന്റെ അരികിലേക്ക് നീങ്ങിയതും ഒപ്പമായിരുന്നു. ഞാൻ മലർന്നടിച്ച് താഴേക്ക് വീണു. കൂടെ ചെറിയും. താഴേക്കിടന്ന് മേലോട്ട് നോക്കിയപ്പോ കണ്ടത് അവന്റെ കണ്ണുകളായിരുന്നു. ആഹാ, നല്ല തേനിന്റെ നിറമുള്ള കൃഷ്ണമണിയാണല്ലോ. എന്നിട്ട് ഞാനിതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ. അങ്ങനെ പുതിയ കണ്ടുപിടുത്തത്തിന്റെ വശങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിഭ്രമത്തോടെയുള്ള ചോദ്യം കേട്ടത്. സോറി, വല്ലതും പറ്റിയോ? അപ്പോഴാണ് എനിക്ക് കഴിഞ്ഞുപോയ സംഭവത്തിന്റെ ഓർമ്മ വന്നത്. ഇത് തന്നെ അവസരം. ഞാൻ ഉറക്കെ നിലവിളിച്ചു.
എന്റെ നിലവിളി കേട്ട് താഴെ നിന്ന് ഉമ്മയും ഉപ്പയും ഓടി വന്നു. നിന്റെ കുട്ടീന്റെ കൈയും കാലും ഒടിച്ചൊച്ച് പഹയാ. അവര് രണ്ടുപേരും കൂടി മൂപ്പരെ കണക്കിന് ചീത്ത പറഞ്ഞു. എന്നെ പിടിച്ചുയർത്തി സമാധാനിപ്പിച്ച് വെള്ളമൊക്കെ തന്നു. ഞാൻ വിജയിയെ പോലെ തലയുയർത്തി നടക്കുമ്പോ കാണിച്ചു തരാടി എന്ന മട്ടിൽ അവനെന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. എന്താ ഹണിമൂണൊന്നും പോവണ്ടേ? നാട്ടുകാർ ചോദ്യം തുടങ്ങി. ബ്ലഡി ഗ്രാമവാസീസ്, ഇവർക്കിത് എന്നാത്തിന്റെ കേടാ? ഇനി അത് കഴിഞ്ഞ് വന്നാൽ തുടങ്ങും വിശേഷമൊന്നും ആയില്ലേന്ന്. അവസാനം എല്ലാവരുടെ ചോദ്യവും കൂടെ വരാൻ റെഡിയായി കൂട്ടുകാരുടെ കട്ട സപ്പോർട്ടുമായപ്പോൾ ചെറിയ ഞാനും കൂടെ അവരുടെ ഒരു ഫ്രണ്ടും വൈഫും ചേർന്നൊരു ഡൽഹി യാത്ര പ്ലാൻ ചെയ്തു. അവരൊക്കെ ഉള്ളതുകൊണ്ട് യാത്ര വളരെ രസകരമായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. നേരെ റൂമിലോട്ടാണ് പോയത്. ഒന്ന് ഫ്രഷായി അല്പം കഴിഞ്ഞ് ഞങ്ങൾ നടക്കാനിറങ്ങി. ഇരുട്ട് വീണിരുന്നു. റോഡ് സൈഡിൽ മുഴുവൻ കച്ചവടക്കാരാണ്. പലതരം ഭക്ഷണങ്ങളുടെ ഗന്ധങ്ങൾ. അച്ചാറുകളുടെ സംസ്ഥാന സമ്മേളനങ്ങൾ തന്നെയുണ്ട് ഒരു വശത്ത്. ചുമ്മാ മനുഷ്യന്റെ കൺട്രോള് കളയാൻ. ഓരോന്ന് കാണുമ്പോ അത് വേണമെന്ന് പറയാൻ തോന്നിയെങ്കിലും എന്റെ അഭിമാനം അതിന് സമ്മതിച്ചില്ല. കിട്ടിയത് കഴിച്ച് മിണ്ടാതിരുന്നു. പക്ഷേ അവസാനം ചെന്നുപെട്ടത് നീളത്തിൽ മുറിച്ച പച്ചമാങ്ങയിൽ ഉപ്പും മുളകും പുരട്ടിവെച്ചതിന്റെ മുന്നിലേക്കാണ്. അല്ല, പച്ചമാങ്ങ എന്റെ ഒരു വീക്ക്നെസ് ആണ്. അഭിമാനത്തിനോട് പോയി പണി നോക്കാൻ പറ. അതെ, എനിക്കത് വേണം. ചെറിയ അത്ഭുതത്തോടെ എന്നെ നോക്കി. ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം ആവശ്യപ്പെടുന്നത്. ചെറിയുടെ ഫ്രണ്ട് അൻവർ അവനെ നോക്കി എന്തോ ആംഗ്യം കാട്ടുന്നത് കണ്ടില്ലെന്ന് അടിച്ചു. അങ്ങനെ അതും തിന്ന് നടക്കുകയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കൈ പിടിച്ച് നടന്നുകൊണ്ടു കൈവിട്ടുപോയ പിന്നെ പറഞ്ഞിട്ട്